ആമോ ഇന്നെന്താണ് നമ്മുടെ ഡിന്നർ സ്പെഷ്യൽ? ഇന്ന് നമ്മള് രാവിലെ ഉണ്ടാക്കിയ നൂൽപുട്ട്, പിന്നെ ചപ്പാത്തി ഇപ്പൊ ഉണ്ടാക്കിയതാട്ടോ. അതെ അല്ലേ? പിന്നെ അത് അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ പോയിണ്ടായിരുന്നല്ലോ. അപ്പൊ അമ്മ ഞാൻ വരുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഗ്രീൻ പീസ് കറി. ഗ്രീൻ പീസ് കറി എന്താ വെള്ളം എന്ന് നിങ്ങൾ വിചാരിക്കും. അത് ഫുൾ നാളികേരപ്പാലാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാളികേരപ്പാൽ എടുത്തതിന് ശേഷമാണ് കഷ്ണങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ പച്ചക്കറിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി നാളെ പോയി വാങ്ങിയിട്ട് വേണം. അപ്പൊ ഉള്ള പച്ചക്കറി ഇട്ടു. കാണുമ്പോ കൊസറ വെള്ളം പോലെയൊക്കെ തോന്നും, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. എന്നാ മതി. ഞാൻ പറഞ്ഞേ വെള്ളം കുറച്ച് കൂടുതലാണല്ലോ അത് പറഞ്ഞത്. കഷ്ണം അത്ര ഇല്ലേ ഉണ്ട്, പക്ഷെ പാൽ എനിക്ക് കളയാനും തോന്നില്ല. ഇനിയിപ്പോ നാളത്തേക്ക് നിൽക്കും അറിയില്ലല്ലോ. അതെ നിക്കില്ല, മൂന്ന് ഉണ്ടാക്കിയത് പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കണം, എന്നാലും ഈ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ അതുമല്ല, നമുക്ക് വെള്ളമാണ് കൂടുതലും വേണ്ടത്. നമ്മളിങ്ങനെ കുഴച്ച് കഴിക്കും. നമ്മളെ ഇഷ്ടമുണ്ട്, രാവിലത്തെ ഇഷ്ടമുണ്ട്. ഇതിന്റെ റെസിപ്പി കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാവർക്കും ഒന്ന് നമ്മൾ ഇനി ഉണ്ടാക്കുമ്പോ കാണിക്കാട്ടോ. അതെ, അത്ര വലിയ പ്രയാസമൊന്നുമില്ല. എന്തൊക്കെയാന്ന് പറഞ്ഞോളൂ. എളുപ്പമാണ്. അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മള് ഉരുളക്കിഴങ്ങും സവാളയും കൂടെ, ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഒരു 2 വിസിൽ അടിച്ചാൽ മതി കുക്കറിൽ. എന്നിട്ട് പിന്നെ അതിന്റെ തോലൊക്കെ ചൂടാറി കഴിഞ്ഞൊക്കെ എടുക്കുക, എന്നിട്ടൊന്ന് ഉടക്കുക. പിന്നെ സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒരുമിച്ച് വേവിക്കുക. പിന്നെ ഈ കിഴങ്ങ് അതിൽ ചേർക്കുക, നാളികേരം അരക്കുക, ഉപ്പിടുക. ഇനി ഉപ്പിട്ടിട്ടില്ല പറയുക, അപ്പൊ അതുകൊണ്ട് ഉപ്പിടുക, മഞ്ഞപ്പൊടി ഇടരുത്. അതാണ് ഇങ്ങനെ വെള്ള കളർ വരുന്നത്. പിന്നെ നാളികേരം നല്ല നൈസായി അരയാൻ പാടില്ല, ഒരുവിധം അറിയാം, എന്നാ നല്ല പാടൂല്ല. അങ്ങനെ അരക്കുക. കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. സംഭവം റെഡിയായി. അതെ, അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളും. ഇനി വേണമെങ്കിൽ നമ്മൾ ഇനി എപ്പോഴേലും ഉണ്ടാക്കുമ്പോ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മ ഫുഡ് കഴിച്ചോളൂ. അപ്പൊ കൂട്ടുകാർക്ക് എന്തൊക്കെയാണ് ഇന്ന് രാത്രി കഴിക്കാന്നുള്ളത് കമന്റ് ചെയ്യൂ. അപ്പൊ ഞാൻ കഴിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നല്ല ഭംഗിയുള്ള ടെസൽസ് വെച്ചിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീകോക്ക് സാരിയാണ് കേട്ടോ. നല്ലൊരു ഡബിൾ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിന് നമുക്ക് ഏത് കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ബ്ലൗസും നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് യെല്ലോ റെഡ്, അമ്മ അതിന് റെഡ് ബ്ലൗസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. 500 രൂപയുടെ ഉള്ളിലുള്ളൂ. അതിലാണ് എനിക്ക് അതിശയം കേട്ടോ. നല്ലൊരു ട്രെൻഡിങ് ആയിട്ടൊരു വൈറൽ സാരിയാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ നല്ല മയിലിനെ പോലെ ഉണ്ടാവും, നല്ല രസമുണ്ട്. അമ്മ അതിൻ്റെ കൂടെ റെഡായിട്ടാണ് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലൗസ് പീസ്. അപ്പോൾ ഞാൻ ലിങ്ക് റൈറ്റ് സൈഡിൽ മേലെ ടാഗ് ചെയ്ത് കൊടുക്കാം.